ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച പുതിയ സിനിമയായ വൃഷഭ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഈ സിനിമ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആ വീഡിയോ ചെയ്തപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ് കിട്ടി, എന്ത് കോപ്പാണെന്നുള്ളതൊക്കെ. ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, അത്രയും മോശമായതുകൊണ്ട് കമൻറ്റ്. എന്തെന്ന് വെച്ചാൽ, ഡിസംബർ ഒരു ദുരന്തമായി മാറുമ്പോൾ മോഹൻലാൽ പടങ്ങൾ എന്നൊരു ടോപ്പിക് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ വീഡിയോയിൽ നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതെ, ഡിസംബർ ഒരു ഭാഗ്യമില്ലാത്ത മാസം തന്നെയാണ് ലാലേട്ടൻ്റെ കരിയറിൽ. വൃഷഭയും പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല. ലാലേട്ടന് ഈ വർഷം എല്ലാ സിനിമകളും വിജയിച്ചു വന്നപ്പോൾ വൃഷഭ അത് നിരാശയാണ് തന്നിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നതെന്നുള്ളൊരു ഒരു ഒരു ചോദ്യം എല്ലാവരും മുന്നിൽ ഒരു ആസ് എ ലാലേട്ടൻ ഫാൻ എന്ന എനിക്ക് തോന്നുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു റോളുകളെല്ലാം ലാലേട്ടൻ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. ഇത് ശരിക്കും ഒരു ഒരു ഹിസ്റ്ററി സിനിമയാണ്. ലാലേട്ടന് പറ്റാത്തൊരു റോള് തന്നെയാണ് ഇങ്ങനത്തെ ഹിസ്റ്ററി കഥാപാത്രങ്ങളെല്ലാം. അങ്ങനത്തെ ചരിത്രപരമായിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ലാലേട്ടനെ കൊണ്ട് പറ്റില്ല. അതിനുള്ള ഒരു ബോഡി ലാംഗ്വേജ് ലാലേട്ടന് സെറ്റാവില്ല. അത് പഴയ സിനിമകളായ മരക്കാറിലൊക്കെ അത് കണ്ടതാണ്. എന്നിട്ടും പുള്ളി ഈ ഒരു സിനിമ, അങ്ങനത്തെ സിനിമ തന്നെ ചൂസ് ചെയ്ത് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളി വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന സിനിമകളൊന്നും വലിയ വിജയമായി മാറുന്നില്ല. എനിക്ക് കണ്ടപ്പോൾ വളരെ നിരാശയാണ് തോന്നിയത്. പോയ വർഷം ബറോസ് ഇറങ്ങിയിരുന്നു. ബറോസ് ഇതിനേക്കാളും മികച്ചതാണെന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നുള്ളൂ. എന്തായാലും പോയി തലവെച്ച് കൊടുത്ത പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ലാലേട്ടൻ. എന്തായാലും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് വന്നപ്പോൾ ലാലേട്ടൻ അത് വർഷത്തിൻ്റെ അവസാനം പൊളിച്ച് കയ്യിൽ തന്നിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ കാർഡ് തന്നെ ആക്ടിങ് കിങ് കംപ്ലീറ്റ് സ്റ്റാർ പറഞ്ഞിട്ടൊക്കെ ലാലേട്ടനെ ടൈറ്റിൽ കാർഡ് വെച്ചിട്ട് പുകഴ്ത്തുന്നുണ്ട്. ഒരു തെലുങ്ക് സിനിമ ആയതുകൊണ്ട് അവർക്ക് ഒരു മര്യാദയ്ക്ക് അവർ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ സിനിമ അതിനത്ര ഉള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോ കാണാം. ഈ ടോപ്പിക്ക് ഞാൻ അതിനകത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് പോകും. അപ്പോൾ വേറൊന്നുമില്ല ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.